അങ്ങനെ ചെയ്യണം. ചെയ്തിട്ട് അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലേ അത് ഭംഗിയായിട്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, കൺഫ്യൂഷൻ തന്നെയായിരിക്കും പറഞ്ഞേക്കാം. എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എന്തിനും വേറെ ചെയ്യാനും പറ്റുമോ? ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. പറ്റിയ ചെയ്യണം. സോറി ഓഡിയോ വായിക്കാം. കാണുന്നില്ലേ? ഇത്രയും നേരം ഓഡിയോ വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം പറയുമല്ലേ, അപ്പൊ അപ്പുറത്തിരിക്കുന്നതെല്ലാം കേൾക്കുന്നതാണോ ആവശ്യം? കേൾക്കൂലേ? അത് അയക്കത്ര ക്ഷമ ഉണ്ടാവും. പിന്നെ ഇത് അറിയണ്ടേ കാര്യം? ഓൾറെഡി ഇച്ചിരി കൺഫ്യൂഷൻ. 47 മണിക്കൂറിന്റെ ഓഡിയോ അയച്ചിട്ട് അയാളത് കേൾക്കുന്നു നമ്മൾ വിശ്വസിക്കുമോ? പിന്നെ ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ പകുതി നമ്മുടെ മനസ്സിൽ വെച്ചാൽ അവർക്ക് മനസ്സിലാവുമോ? थैंक यू भैया। कैसे हो? कुछ काम चल रहा है क्या उधर? रिनोवेशन चल रहा है आपको उधर? हाँ, जब नीचे आया था 2 आदमी लोग थे उधर। क्या चल रहा है उधर? रिनोवेशन? ओके। क्या गर्मी है ना, क्या धूप है, बाहर आ ही नहीं सकता। इधर भी कुछ काम है कल से, बिकॉज ना उस दिन वो बारिश आया था ना, उसके बाद थोड़ा सा ऊपर का वो फ्लैट है ना, उधर से कुछ लीक हो रहा था, तो उधर हमारा वॉल में भी कुछ काम हो रहा है। ആരാ അമ്മ? നമ്മളെ ഗ്രോസറി എന്നുള്ള ഇത്ര നേരെ സംസാരിക്കുന്നു. ഞാൻ അവിടെ റിനോവേഷന്റെ കാര്യം ചോദിച്ചതാ. കാരണം ഇന്നലെ പോയപ്പോൾ അവിടെ മുഴുവൻ ആൾക്കാരാണ്. ആ ശരിയാ, നമ്മുടെ വീടിന്റെ പെയിന്റ് അടിക്കുന്നവരെ അമ്മ അവനോട് പറഞ്ഞു. അയ്യോ എന്റെ ദൈവമേ, അത് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇവിടെ നാളെ പണിയുണ്ട്. അവ ശരിക്കും വിചാരിക്കും അമ്മ എന്തിനും ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന്. എന്തായാലും കുഴപ്പമില്ല. അതാണോ പറ്റും? മാളു നാളെ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു മോളെ പരിചയപ്പെടുത്തുന്നത്, നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തുന്നില്ലേ അമ്മ? എന്താ പറയുക, എൻ്റെ പേര് ഞാൻ മറന്നു. വീട്ടുപേര് പറഞ്ഞാൽ അതിനെക്കൊണ്ട് ഓർമ്മ വരാൻ ചാൻസ് ഇല്ല. എന്താ പറയുക, ഇച്ചിരി നിറം കുറഞ്ഞിട്ട് പൊക്കം കുറഞ്ഞിട്ട്, പക്ഷെ കാണാൻ നല്ല മോളാണ്. ഓർമ്മയുണ്ടോ? യു ആർ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. എന്തൊക്കെയാണ് പറയുന്നത്? നിറം കുറഞ്ഞിട്ട് പൊക്കം കുറഞ്ഞിട്ട് എന്നാ നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? പിന്നെ തനിക്ക് എങ്ങനെ മനസ്സിലാവും? ആളെ മനസ്സിലാക്കി തരണ്ടേ? എനിക്ക് മനസ്സിലായാലും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായാലും ഈ കല്യാണത്തെ പറ്റി എനിക്ക് അറിയണ്ട, അത്രേ ഉള്ളൂ. ഇതെന്ത് കാലപാടേ, ഒന്നും പറയാൻ വയ്യ. അയ്യോ അതിന്റെ പേര് മറന്നു പോയല്ലോ കൃഷ്ണ. ഇയാളിത് പറയുന്നത് കേട്ടോ മോള്. എന്താ അമ്മ? ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകാൻ മേലാണ്ട് ചോദിക്കുമോ, ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ? അവിടുത്തെ ഒരു കാര്യമാണ്. എന്താ സംഭവം? എന്താ അവിടുത്തെ ഒരു ഇച്ചിരി പ്രശ്നമാണ്. ഇയാൾ പക്ഷെ എന്തൊക്കെയോ പറയുവാണ്, എന്തൊക്കെയോ പറയാണ്. ഒരുവിധ എന്താ ഒരു ലോജിക് ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയാം. അല്ലല്ലോ, ഒരു മിനിറ്റ്. ഇപ്പൊ അമ്മ ഒരു ഓഡിയോ ഇട്ട്, അയാൾ തിരിച്ചൊരു ഓഡിയോ ഇട്ട്, പിന്നെ അമ്മ ഒരു ഓഡിയോ ഇട്ട്. നമ്മളെപ്പോഴും എല്ലാ അഭിപ്രായം എല്ലാവരോടും എപ്പോഴും പറയണം പോലെ നിർബന്ധം. അപ്പൊ ഇതിനൊന്നും പറയണ്ടെന്നാണോ പറയുന്നത്? അല്ല, വിട്ടേരെ. നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം പുച്ഛം എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ അയാളത് എന്താ പറയുക, അയാൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് അർത്ഥം. അതല്ലേ ബെറ്റർ? അതാണോ ബെറ്റർ? നീ പറയുന്ന പോലത്തെ സ്വാമി ഞാൻ നാളെ ആവും. ഇതിന് 2 എണ്ണം പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് ഉറക്കം വരത്തില്ല. എൻ്റെ പൊന്നും ആടും പ്ലീസ്. അതെ, അത് നിങ്ങൾ പറഞ്ഞ ഒട്ടും തന്നെ ശരിയായ ഒരു കാര്യമല്ല. പറഞ്ഞ മനസ്സിലായോ? എൻ്റെ പഠിപ്പിക്കൽസ് പക്ഷെ ഒരു കാര്യമില്ല.